കെഎംഎൽ പരീക്ഷാ റാങ്ക് ലിസ്റ്റിനെതിരെ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. റാങ്ക് പട്ടിക അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആണ് ആവശ്യം. പുതുക്കിയ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, ഈ പുതുക്കിയ റാങ്ക് പട്ടിക വന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലാണ് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ ചെന്നുപെട്ടത്. അവർ നിയമപരമായി അതിനെ നേരിടുമെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയും അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്തൊക്കെ വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്? അഡ്വക്കേറ്റ് സുൽഫിക്കർ മുഖേനയാണ് അഡ്വക്കേറ്റ് റെക്കോർഡായിട്ടാണ് ഹർജി രജിസ്റ്ററിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ നാളെ ഹർജി പരിഗണനയ്ക്ക് വരില്ല. മറ്റന്നാൾ ഹർജി മെൻഷൻ ചെയ്യാനാണ് സുൽഫിക്കറും വിദ്യാർത്ഥികളും നൽകിയ നിയമോപദേശം. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പ്രശാന്ത് ഭൂഷൺ ഹർജി സുപ്രീം കോടതി മുമ്പാകെ മെൻഷൻ ചെയ്യും. അടിയന്തര സാഹചര്യം ഇത് കേൾക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. പ്രശാന്ത് ഭൂഷണെ പോലെ ഒരു ഉയർന്ന പ്രശാന്ത് ഭൂഷണെ പോലെ വളരെ പ്രസിദ്ധനായ ഒരു അഭിഭാഷകനാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള നിലപാടായിരിക്കും അറിയിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇത് മതി സ്റ്റാൻഡിംഗ് കൗൺസിലിന് സംസ്ഥാന ഗവൺമെന്റിന് ഇതുവരെ നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഡിവിഷൻ ബെഞ്ചിൽ ഫയൽ ചെയ്ത കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ അത് സംബന്ധിച്ചിട്ട് പൂർണ്ണമായി വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ പിന്തുണക്കുമെന്നാണ് അഖില നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും പ്രശാന്ത് ഭൂഷണാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കേരള സിലബസിലെ വിദ്യാർത്ഥിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. അഖില, പ്രശാന്ത് ഭൂഷണാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. കെഎംഎൽ പരീക്ഷാ റാങ്ക് പുനഃപ്രസിദ്ധീകരിച്ച പരീക്ഷാ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.